അധ്യാപകർ തമ്മിലുള്ള കുടിപ്പകയിൽ നഷ്ടമായത് 16 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് അവളുടെ പഠനമാണ്. തിരുവനന്തപുരം കിളിമാനൂരിലാണ് അധ്യാപകൻ 16 വയസ്സുള്ളൊരു വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചുവെന്ന വ്യാജ പരാതി മറ്റൊരു അധ്യാപിക നൽകിയത്. ഈ അധ്യാപികയോടൊപ്പം മറ്റൊരു ജീവനക്കാരനും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് വ്യക്തമായി കഴിഞ്ഞു. മാതാപിതാ ഗുരു ദൈവം എന്നാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ദൈവത്തെപ്പോലെ കാണേണ്ട അധ്യാപകർ തന്നെയാണ് ഇതുപോലൊരു വൃത്തികെട്ട പ്രവൃത്തി ചെയ്തതെന്നാലോചിക്കുമ്പോൾ ലജ്ജിച്ചു പോകുന്നു. 16 വയസ്സുള്ള പെൺകുട്ടിയെയും സ്കൂളിലെ അധ്യാപകനെയും പറ്റി ഇല്ലാത്ത കഥകൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഷെയർ ചെയ്ത് ആ കുട്ടിയുടെ ജീവിതമില്ലാതാക്കിയ മൂദേവിയാണ് ആ അധ്യാപിക. ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്ന ആ പെൺകുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പലപ്പോഴും സ്കൂളിൽ ഹാജരാകാൻ കഴിഞ്ഞിരുന്നില്ല. അതിനിടയിലാണ് ആ പാവം 16 വയസ്സുള്ള പെൺകുട്ടിയുടെ വിവരങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഇവർ ഷെയർ ചെയ്ത് ആ പെൺകുട്ടിയെയും കുടുംബത്തെയും മാനസികമായി തളർത്തിയത്. ഇതോടെ ആ പെൺകുട്ടി പഠിത്തം അവസാനിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ ഈ മാനസികാവസ്ഥയിൽ മനം നൊന്ത അമ്മ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിന്മേലാണ് അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണത്തിൽ പരാതി വ്യാജമാണെന്നും അതിനു പിന്നിൽ ഈ അധ്യാപികയാണെന്നും കണ്ടെത്തിയതിനെ തുടർന്ന് സ്കൂൾ മാനേജ്മെന്റ് ഇവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ദുഷിച്ച ചിന്തയുള്ള ഈ സ്ത്രീയെ സസ്പെൻഡ് ചെയ്യുന്നതിനു പകരം സർവീസിൽ നിന്നും പിരിച്ചുവിടുകയാണ് വേണ്ടത്. നാളെ ഇവർ ഏതെങ്കിലും പാർട്ടി അനുഭാവിയാണെന്ന ലേബലിൽ സർവീസിൽ തിരിച്ചു വരാനും സാധ്യതയുണ്ട്. അതാണ് ചരിത്രവും.